ഒന്ന് നിക്ക. ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. എന്തായാലും അധികം ദീർഘിപ്പിക്കണം. ഇപ്പോഴെങ്കിലും മിണ്ടാതിരിടവും. വരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിൽ നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് നീ ചാടും. ഇങ്ങനെ ചുമ്മാ ഇരിക്കണം, പറഞ്ഞു തീർക്കട്ടടാ. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഈ പയ്യനെ കുറിച്ച്, ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം പ്രായം എത്രയാന്ന് ചോദിക്കുന്നില്ല, പക്ഷെ പക്വത വന്നിട്ടില്ല. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് ഒരു ഫ്ലാറ്റിൽ നിൽക്കുമായിരുന്നേ. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക മുകേഷേട്ടന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഞങ്ങൾ എല്ലാരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. എല്ലാരും ദുബായാണ്, മറ്റൊരു വ്യക്തിയുടെ വീടാണ്. അപ്പൊ നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോ ഈ ചെറുക്കൻ മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു. ഡയറക്ടർ അവിടെ പൊസിഷൻ ഒന്നും കൊടുത്തില്ല. എല്ലാരും മര്യാദയ്ക്ക് ഇരിക്കുമ്പോ കൊരങ്ങോട്ട് കയറി ഇരിക്കുന്നവർ അതിന്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. എന്റെ ശ്രദ്ധ മുഴുവൻ ഇവന്റോട്ടാണ്. ഇവൻ അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴുവോ. എന്റെ ക്ലോസ് ഫ്രണ്ടാ. അതെ, എന്നെ ക്ലോസ് ചെയ്യാനായിട്ട് അവതരിച്ച ഫ്രണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വെക്കും. മോനെ ഇത്തിരി കഴിക്കുന്നുണ്ടാന്ന് പറയും. ചട്ടിയോടെ ഇവരെടുത്തോണ്ട് പോകും. അപ്പൊ എന്റെ ഒരു പെറ്റായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ കഴിക്കും. ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടിങ്ങനെ നടക്കും ചാടിച്ചാടി. അവസാനം ധ്യാനം മുകേഷൊക്കെ കളിയാക്കും. ഉർവശി ഷൈലിനെ വളർത്താൻ കൊണ്ടുപോകാൻ പോവാൻ മദ്രാസ്. കാരണം എന്റെ മോനും ഇതിൽ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചേഷ്ടകളൊക്കെ കാണുമ്പോൾ അവൻ കുറച്ചുകൂടെ, അവന് 9 വയസ്സായി, അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ടാകും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അനാവശ്യം പറയരുത്. ചെറിയ അച്ചടക്കം അവനുണ്ട്. ഇത് കുറച്ച് വൈറ്റ് ക്ലബിൽ വന്നവന് പറയുമ്പോ എല്ലാം പറയണല്ലോ. സത്യം, എനിക്കത് തോന്നാറുണ്ട്. വളരെ വളരെ സന്തോഷം. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും